പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങൾ സ്വീകരിക്കേണ്ട ഒത്തിരിയേറെ കൃപകള്, തീരുമാനങ്ങള് തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യത്തിലൂടെ, മാതൃകയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പല പല പ്രശ്നങ്ങള്, പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിനുവേണ്ട അഭിഷേകം, കൃപ നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കൃപ നിറഞ്ഞ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും സാന്നിധ്യവും യോസേപ്പിതാവിന്റെ ശക്തമായ മാധ്യസ്ഥവും യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണം നൽകി ദൈവമായ കർത്താവ് മക്കളെ, നിങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൃപയുടെ വലിയ അഭിഷേകം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അതിനെല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയണം. മക്കളെ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ രണ്ടാശനി കൺവെൻഷനിൽ അനേക മക്കൾ വന്ന് പങ്കെടുക്കുന്നു. എല്ലാ ദിവസവും അനേക മക്കളാണ് നിത്യാരാധന വന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളും ഈ കറുകുറ്റി, അങ്കമാലി കറുകുറ്റിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം വന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഉറപ്പായിട്ട് നിങ്ങൾ പോരെ. നമുക്കിവിടെ നിത്യാരാധനയുണ്ട്, പ്രാർത്ഥിക്കാം, മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ഇപ്പൊ നമ്മുടെ അടുത്ത ധ്യാനം നമുക്കറിയാലോ, 17-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ്. അതോടൊപ്പം തന്നെ ഈ മാസം തന്നെ 31-ാം തീയതി മുതൽ നവംബർ 1, 2-ാം തീയതി തീരും. 2 ധ്യാനങ്ങൾ ശ്രദ്ധിക്കുക, അനേക പേരെ പങ്കെടുപ്പിക്കുക. ശക്തീകരണത്തിന്റെയും വിടുതലിന്റെയും വലിയ അഭിഷേകത്തിലെ കുടുംബങ്ങളെ, മക്കളെ തിരിച്ചു പിടിക്കാനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ധ്യാനമാണ്. നിങ്ങൾക്ക് പങ്കെടുക്കാനൊക്കെ വേണ്ടി ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് ചിന്തിക്കുന്നൊരു വലിയൊരു വിഷയം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ തിരുവചന ഭാഗത്തില് ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ സംശയിക്കുന്നു. സംശയമല്ല, അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് യൗസേപ്പ് പിതാവ് എടുക്കുന്ന തീരുമാനം, അതായത് അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം യൗസേപ്പ് പിതാവ് എന്താ ചെയ്തത്? അവൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. ആരോട്? ദൈവത്തോട് ആലോചിച്ചു. നമ്മുടെ കുടുംബത്തിലൊക്കെ പല പല പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു വചനഭാഗത്തില് നമ്മൾ പഠിക്കണം. അത് സ്വർഗം വെളിപ്പെടുത്തി തരും. ഒരു പ്രശ്നമുണ്ടായി, പ്രശ്നങ്ങൾ എന്തോരം വരും നമ്മുടെ കുടുംബത്തിലൊക്കെ അല്ലെ? ഒത്തിരി പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നം വരുമ്പോ നമ്മൾ നിരാശപ്പെടാതെ നമ്മൾ ചിന്തിക്കുക. യോസേപ്പ് പിതാവിന് പലതും നമുക്ക് അതിനെ കുറിച്ച് പറയേണ്ട കാര്യം നമുക്കറിയാം. എന്നാൽ ഈ യോസേപ്പ് പിതാവ് ആരോടും പറയണില്ല, രഹസ്യമായിട്ട് തീരുമാനം എടുത്തിട്ട് അവിടുന്ന് മാറിപ്പോകാൻ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ദൈവത്തോട് ആലോചിച്ചുകൊണ്ടിരുന്നു. യോസേപ്പ് പിതാവിനെ നമുക്കറിയാം, ദൈവത്തിന് സമർപ്പിച്ച് ബ്രഹ്മചര്യം വ്രതമെടുത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന യോസേപ്പ് പിതാവ് ആ ഒരു തലത്തില് ദൈവത്തോട് ആലോചന ചോദിക്കണം. അങ്ങനെ ചോദിച്ചപ്പോ ദൈവം ഇടപെടുക, സ്വപ്നത്തെ പ്രത്യക്ഷപ്പെട്ടു. കറക്റ്റ് കാര്യമാണ്. ഇനിയിവിടെ ഞാൻ കാണുന്ന വലിയ അത്ഭുതം, പരിശുദ്ധമ്മ ദേവാലയത്തിൽ വളരെയേറെ പ്രാർത്ഥന ഇരിക്കുന്ന സമയമാണ്. മാതാവിനറിയാം യോസേപ്പ് പിതാവിന് ഇങ്ങനെ സംഭവം കിട്ടുന്നത്. എന്നാൽ ഈ മാതാവ് ഒരു ഇടപെടലും നടത്തണില്ല. ആരോടെങ്കിലും പറയാനോ, ഒരാളെ വിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനോ, ഇതിങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഒന്നും പറയാൻ പോണില്ല. അമ്മയുടെ വിശ്വാസം, അമ്മയ്ക്കറിയാം ദൈവം ഒരു കാര്യം തീരുമാനം, അതാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് എലിസബത്ത് പറയുന്നു അമ്മയെ കുറിച്ച്. അമ്മയുടെ ഭാഗ്യപ്പെട്ട അവസ്ഥ ദൈവം പറഞ്ഞു, ദൈവം തന്നെ ചെയ്തോളൂ. അതുകൊണ്ട് ഒരു ഡൈവോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു താമസിക്കണെ കുറിച്ചോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ ഒന്നും അമ്മ പോയില്ല. അമ്മ ചെയ്ത കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ പ്രാർത്ഥിച്ചു, യോസേപ്പ് പിതാവ് പ്രാർത്ഥിച്ചു, ദൈവം ഇടപെടുക.
എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും പല പല പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ എടുത്തു ചാടുന്ന ഒത്തിരിയേറെ മക്കൾ ചെറിയ പ്രശ്നം, അപ്പോഴേക്കും ഡൈവോഴ്സ്, വേറിട്ട് താമസിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് മക്കളെ. ഇവിടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നടക്കും. ആ ദൈവം പറഞ്ഞ കുടുംബ ജീവിതത്തില് ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യ വേർപ്പെടുത്തരുത്. പല പ്രശ്നങ്ങൾ വരും. അവിടെയൊക്കെ ദൈവത്തോട് ആലോചന ചോദിക്കാം, ദൈവത്തിന് സമർപ്പിക്കാം. ദൈവമേ, നീ ഇടപെടണം. ഈ ഒരു മാതൃക നമുക്കിന്ന് അഭിഷേകമായിട്ട് ചോദിച്ചു വാങ്ങാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ഒരു അഭിഷേകം. എന്തുണ്ടായാലും ശാന്തമായിരുന്നു. ഇനി അങ്ങനെയൊക്കെ ശാന്തമായിരിക്കണമെങ്കിൽ എന്ത് വേണം മക്കളെ? നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവബന്ധത്തിൽ ജീവിക്കണം, ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് ജീവിക്കണം, ദൈവത്തെ കേട്ട് ജീവിക്കണം. ഉദാശയിലൂടെ, പ്രാർത്ഥനയിലൂടെ, വചനമനുസരിച്ച്, കൽപ്പനകൾ പാലിച്ച്, വിശുദ്ധിയിൽ ജീവിച്ച്, വ്രതങ്ങൾ പാലിച്ച്, ദൈവബന്ധത്തിൽ പ്രാർത്ഥനയിൽ ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെയായിരുന്നാൽ എന്തു വന്നാലും ദൈവമേ നിന്റെയാണ്, നീ ഇടപെടണം. നീ പറഞ്ഞിട്ടാ, നീയാ പറഞ്ഞ. ദൈവത്തോട് പറഞ്ഞാൽ മതി, വേറെ ആരോടും സംസാരിക്കാൻ പോണ്ട. അവിടെ ദൈവം ഇടപെടും. യോസേപ്പിതാവിന്റെ ജീവിതത്തിൽ ഇടപെട്ട പോലെ, എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുത്ത പോലെ, മാതാവിന്റെ ജീവിതത്തിൽ ഇടപെട്ട പോലെ, എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുത്ത പോലെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രിയപ്പെട്ടവരിലും ദൈവം ഇടപെടും. ഈ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തിനായി പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന മക്കളെ, യോസേപ്പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ശക്തമായ മാതൃക മധ്യസ്ഥമായിട്ട് നമുക്ക് മാറട്ടെ. ഇവരുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ട്. ആ സാന്നിധ്യത്തിലൂടെ ഈ ഒരു കൃപ നമ്മുടെ കുടുംബത്തിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പകരപ്പെടട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയായിരിക്കാം മക്കളെ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില് ദൈവമക്കളായി ഞങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ തീരുമാനമെടുക്കണം, എങ്ങനെ ഓരോ സമയത്തും മുന്നോട്ട് പോകണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ. യേശുപിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തില് അവർക്കുണ്ടായ പ്രതിസന്ധിയില്, ഒരു പ്രശ്നത്തില് അവർ ചെയ്ത കാര്യങ്ങൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലും ചെയ്യാനുള്ള കൃപ നൽകണമേ. എപ്പോഴും ഞങ്ങൾ അങ്ങയോട് കൂടെ ആയിരിക്കട്ടെ, അങ്ങയുടെ ആലോചന ചോദിക്കട്ടെ, അങ്ങയുടെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കട്ടെ. ഈശോയെ, അങ്ങനെ പ്രാർത്ഥിക്കാനും അങ്ങനെ കാത്തിരിക്കാനും അങ്ങയുടെ ഹിതത്തിനു വേണ്ടി ആരായാനും ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. വിവാഹമോചനത്തിന്റെ പക്കൽ നിൽക്കുന്ന മക്കള്, ഐക്യമില്ലാത്ത കുടുംബ ജീവിതങ്ങള്, ദാമ്പത്യ ജീവിതങ്ങള്, ഒത്തിരി സംശയങ്ങള്, ഒത്തിരിയേറെ പ്രതിസന്ധികള്, പല പല കാരണങ്ങള്, പല പല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവര്, കർത്താവില്ലാ ദമ്പതിമാരെ സമർപ്പിക്കുന്നു, എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, യുവമക്കളെ സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവേ അങ്ങയുടെ ഇടപെടലുണ്ടാകട്ടെ, എല്ലാ കാര്യത്തിലും ഇടപെടലുണ്ടാകട്ടെ. അനുസരിക്കാത്ത മക്കള്, തന്നിട്ട പോലെ ജീവിക്കുന്ന മക്കള്, തോന്നിയ മാസം ജീവിക്കുന്ന മക്കള്, തോന്നിയ തീരുമാനങ്ങൾ എടുത്ത് ജീവിക്കുന്ന മക്കള്, ദൈവഹിതമില്ല, വചനമില്ല, മാതാപിതാക്കളില്ല, കുടുംബമില്ല, അങ്ങനെ തന്നിട്ടം പോലെ ജീവിക്കുന്ന മക്കള്, എനിക്ക് പ്രായമായി. കന്യാസമരമിച്ച് പറയാ, മോള് പറയാ, എനിക്ക് പ്രായമായി. തോന്നിമാരി കണ്ണിക്കണ്ടവന്റെ പിന്നാലെ പോകുന്ന മക്കള്, തോന്നുമ്പോ കേറി വരുന്ന മക്കള്, അനുസരണമില്ല, എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെയും ഇവനെ പ്രേമിച്ച് അക്രൈസ്തവരായ പരമബന്ധത്തിൽ കുരുങ്ങി പണിവിട്ട് ഇറങ്ങിപ്പോകുന്ന മക്കൾ, കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളെ ഒരുമയോടെ സമർപ്പിക്കുന്ന കർത്താവേ, നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകട്ടെ, അങ്ങയുടെ കൃപയുടെ സാന്നിധ്യം നിറയട്ടെ, അങ്ങയുടെ തിരുഹിതം നിറവേറപ്പെടട്ടെ. അതിനായി സ്വർഗത്തിന്റെ ഇടപെടല് മാലാഖയെ അയച്ച് യോസേപ്പിതാവിന് സ്വർഗത്തിന്റെ ഹിതം വെളിപ്പെടുത്തിയതുപോലെ ദൂതന്മാരെ അയച്ച് സ്വർഗത്തിന്റെ ഇടപെടലിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവഹിതം കർത്താവെ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയില് നാഥന്റെ ആശീർവാദത്തിന് വേണ്ടി, ഈ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ജപമാല ചൊല്ലുമ്പോ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അനുദിന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നിങ്ങൾ യോഗം വെച്ച് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, അനേക മക്കൾക്ക് നിങ്ങളുടെ സുവിശേഷ വേല പോലെ പകർന്നു കൊടുക്കണം. അനേക ആയിരങ്ങൾ പങ്കുചേരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇതിൽ പങ്കെടുക്കുന്ന മക്കളെയും ഇത് അനേകരിലേക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന മക്കളെയും ഇതിനുവേണ്ടി ത്യാഗമെടുത്ത് സമയമെടുത്ത് അനേകരെ ഇതിലേക്ക് ചേർത്ത് പിടിക്കുന്ന മക്കളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ.